ഇന്ന് വൈകിട്ട് 8 മണിക്ക് ജനൻ ടിവിയിൽ VD സതീശിൻ്റെ മതേതരത്വത്തെ പറ്റി ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ മറ്റൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ VD സതീശിനെ പോലുള്ളവരെ തോൽപ്പിക്കാനായിട്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെന്ന്. കാരണം നമ്മൾ കാണുന്നത് പലപ്പോഴും വൈറൽ പനി കഴിഞ്ഞ് 1 മിനിറ്റുള്ളൂ, അതുകൊണ്ടാണ് അത് വെള്ളം കുടിച്ചാലൊന്നും മാറില്ല, തന്നെ മാറും. അപ്പൊ അതുകൊണ്ട് VD സതീശിനെ പോലുള്ള ഹിന്ദു നാമധാരികൾ, ഇപ്പൊ നിങ്ങൾക്ക് മീഡിയ 1-ൽ കാണാൻ കുറച്ച് പേരെ അവിടെ ഇരിക്കുന്നത്, അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതുപോലെ പാർട്ടികളിലൊക്കെ നിന്ന് ഹിന്ദുക്കൾക്കെതിരെ ഏറ്റവും ഭീഷണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല. പഹൽഗാമിൽ എന്തെങ്കിലും സംഭവിച്ചു, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പഹൽഗാമിൽ സംഭവിച്ചതിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എറണാകുളത്തെ DCC പ്രസിഡന്റ് ഷിയാസ് ആളെ വിളിച്ചു പറഞ്ഞു, ഷിയാസ് VD സതീശന്റെ നോമിനിയാണ്, അയാളെ വിളിച്ചു പറഞ്ഞു അത് പോസ്റ്റ് പിൻവലിക്കണം. കാരണം എന്താ, അത് ഹിന്ദു മുസ്ലിം സ്പർദ്ധയ്ക്ക് കാരണമാകും. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മണിപ്പൂരിനെ പറ്റി നമ്മൾ പറഞ്ഞതോ? അപ്പൊ അതും ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഒന്നും വീഡിയോ പാടില്ല അവർക്ക്. അപ്പൊ അതെന്താണ്, അതൊരു ഭാഗത്തിനെ മാത്രം കാണുന്നത് എന്താണ്? അതാണ് പ്രശ്നം. ആ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണ്? ഞാൻ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ എല്ലാം രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP നേതൃത്വങ്ങൾ ഇപ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് അവർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ജയിക്കാം അല്ലെങ്കിൽ ജയത്തിന് അടുത്തെത്താം എന്നുള്ള സീറ്റുകളിൽ ഒഴികെ കുറച്ച് സീറ്റുകളിലെങ്കിലും 1-ാം നമ്പർ ശത്രു, ഹിന്ദുവിന്റെ 1-ാം നമ്പർ ശത്രുവായിട്ട് വർത്തിക്കുന്നത് അഹിന്ദുക്കളല്ല, ഹിന്ദു നാമധാരികളാണ്. ആ ഹിന്ദു നാമധാരികളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ വോട്ട് ഉപയോഗിക്കണം. അല്ലാതെ അത് ഒരു 3-ാം സ്ഥാനത്തിന് വേണ്ടി വാങ്ങിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു 5-ഓ 6-ഓ ഹിന്ദു നാമധാരികൾക്ക്, അതിൽ ഒരാളെ ഞാൻ പേരെടുത്ത് പറഞ്ഞേ ഉള്ളൂ, അവിടെ തോൽവി സംഭവിച്ചാൽ അവർക്ക് മനസ്സിലാകണം അവരുടെ അടിസ്ഥാന ഘടകം ഹൈന്ദവർ തന്നെയാണ്, അവരെ വിട്ട് അവർക്ക് അടിസ്ഥാന ഘടകമില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും BJP CPM ബന്ധം അല്ലേ. ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയാൻ ആരെ കൊണ്ട് സാധിക്കും? ഈ സാറിനെ കൊണ്ടല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഈ പോക്ക് വീണ്ടും ഇവരൊന്നിക്കും അവർ തന്നെ അധികാരത്തിൽ വരുന്നേ, LDF ഗവൺമെൻറ് തന്നെ വരും. കാരണം ഇവർ ഒരുപാട് സീറ്റുകളിൽ ഒരു 2-ാം സ്ഥാനമുണ്ട് BJPക്ക്. 3-ാം സ്ഥാനവും 2-ാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഇവർ ഭരണത്തിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇപ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഒരുപാട് കൂടിയതിലായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ലോക്സഭാ ഇലക്ഷന് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിയമസഭാ ഇലക്ഷന് ആ ലെവലിൽ നോക്കുന്ന സമയത്ത് ഇവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വോട്ട് കിട്ടിയിട്ടുണ്ട് BJPക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് BJP CPM ബന്ധം CJP ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പോലെയാണ്. ഒരാളവിടെ വേറൊരു വർഗീയത പറഞ്ഞ് നടക്കുന്നുണ്ട്, നമ്മുടെ വെള്ളാപ്പള്ളി. ഇവിടെ ഇവർ സ്റ്റേജൊക്കെ വർഗീയത പറഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മൾ അല്ലാത്തവർക്ക് കുറേ പേർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവരിങ്ങനെ വർഗീയത പറയുമ്പോൾ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ രീതിയും നമ്മുടെ എല്ലാം നടക്കുന്നത് നമുക്ക് വർഗീയത കൊണ്ടല്ല നമ്മൾ ഇത്രയും കാലം നടന്നത്. ഇവർ വർഗീയത പറഞ്ഞ് ഇവർ ഒരെവിടെ സീറ്റ് കിട്ടി, തൃശ്ശൂർ കിട്ടി, ഇപ്പോൾ തിരുവനന്തപുരം ഭരിക്കുന്നു, മേയറായി. അപ്പോൾ ഇനി ഇവർ BJPയും CPMും കൂടി ബന്ധം ആയാൽ, ഇതിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്രയും കാലം നമുക്ക് രഹസ്യമായിട്ടായിരുന്നു, പരസ്യമായ രഹസ്യം എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ സ്റ്റേജിൽ കയറി ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി VD സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ വേറെ 2-ാം സ്ഥാനക്കാരന് വോട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ CPMകാരന് വോട്ട് കൊടുക്കണം എന്ന് തന്നെയാണല്ലോ. അത് ഓപ്പണായിട്ട് അതിന് വേറെ എന്താ ഒളിയും മറയില്ലാത്ത സംസാരമില്ലല്ലോ.
ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, രണ്ടാം സ്ഥാനക്കാരന് വോട്ട് കൊടുക്കണം, വി.ഡി. സതീശനെ തോൽപ്പിക്കണമെങ്കിൽ. അപ്പോൾ തോൽപ്പിക്കണം, അവരിപ്പോൾ ഇങ്ങനെ ഓപ്പണായി പറഞ്ഞ സ്ഥിതിക്ക് അവരെന്തായാലും അവിടെ ഒന്നിലധികം സ്ഥാനാർത്ഥിനെ നിർത്തില്ല. നിർത്തിയാലും വളരെ ഒന്നിനും പറ്റാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തുള്ളൂ. കുറച്ച് വോട്ട് കൂടുതലായിട്ട് എന്ത് കാര്യം, മൂന്നാം സ്ഥാനത്തേക്ക് വേണ്ടി നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓപ്പണായി പറയുകയാണ്. അപ്പോൾ എല്ലാവരും കരുതിയിരുന്നില്ലെങ്കിൽ പ്രാവശ്യം വീണ്ടും CPM തന്നെ അധികാരത്തിൽ വരും. അവർ ഇപ്പം തന്നെ ഓരോ കേസിൻ്റെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും നടക്കില്ല. ഇവർക്ക് വികസനം ഉണ്ടോ ഇല്ലേ അതൊന്നുമല്ല, ഇവർക്ക് വീട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2,500 രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 10 വർഷം മുൻപുള്ള കാര്യങ്ങളും ഇപ്പോഴും ഒന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കിക്കേ. വിലക്കയറ്റത്തിനെ കുറിച്ച് വെളിച്ചെണ്ണയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും അരിയാണെങ്കിലും എല്ലാത്തിനും വിലക്കയറ്റം എത്ര കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ നമുക്ക് തന്നു എന്ന് പറഞ്ഞതിൽ വലിയൊരു അതിശയമൊന്നുമില്ല. 10 വർഷം മുൻപുള്ള ശമ്പളമാണോ നമുക്കിപ്പോൾ ഒരാളുടെ ഒരു വീട്ടിൽ നമ്മൾ പൈസ ഒരു പണിക്ക് പോയാൽ ജോലിക്ക് പോയാൽ കിട്ടുന്നത് 10 വർഷം മുമ്പുള്ള ശമ്പളമാണോ? അപ്പോൾ ഇവർ 1,500 1000 ആക്കി, അല്ലെങ്കിൽ 1,500 ആക്കി, അല്ലെങ്കിൽ 2,000 ആക്കി എന്ന് പറഞ്ഞതിൽ വലിയ അതിശയമൊന്നുമില്ല. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്രയാണ് വില? അപ്പോൾ അതിനെയൊക്കെ ഇവർ ആലോചിക്കാതെ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പിന്നെ അത് കൂട്ടി ഇത് കൂട്ടി പറഞ്ഞ് കുറേ വീട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇവരുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടൊന്നല്ല ചെയ്തത്. എന്തായാലും കടം മേടിച്ചിട്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീരെ ഒന്നും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷേ ഇവർ ഇനിയും ഒരു 5 വർഷം കൂടി ഭരിച്ചാൽ കേരളത്തിൽ ഭയങ്കരമായിട്ട് വർഗീയത എന്തായാലും വരും. കാരണം ഇനി വർഗീയത ശക്തികളുടെ വോട്ട് വേണ്ട എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും BJPക്കാരുടെ വോട്ട് കിട്ടിയാൽ ഇവരെന്തായാലും മേടിക്കും. അപ്പോൾ BJPക്കാരൻ്റെ വോട്ട് കിട്ടി ജയിച്ചാൽ അത് BJPക്കാരൻ്റെയും കൂടി ജയമായിട്ട് അവർ കണക്കാക്കും. കാരണം 5 വർഷം കൂടി അവർക്ക് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷത്തിൽ ഈ കോൺഗ്രസിനെ പ്രതിപക്ഷം കൂടി അല്ലാതാക്കും BJP. പിന്നെ CPM പിന്നെ BJPയും കൂടി ഭരണപക്ഷവും പ്രതിപക്ഷവുമായി മാറും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അധികാരത്തിൽ വരാം, അല്ലെങ്കിൽ പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരാം, ഒരു 15 വർഷം കഴിഞ്ഞാൽ. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ, കാരണം ഓട്ടോമാറ്റിക്കായി കൊഴിഞ്ഞു ഓട്ടോമാറ്റിക്കായി BJPയിലേക്ക് 2 പാർട്ടിയിലെ ആളുകളും BJPയിലേക്ക് പോകും. BJPയിലേക്ക് ഇന്ന് ഇറങ്ങുന്നത് കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ BJPയിലേക്ക് കോൺഗ്രസ്സുകാർ പോകുന്നത് ഒരുപാട് പേരുണ്ടാവും. കുറച്ച് CPMകാരും BJPയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവർക്ക് കേന്ദ്ര ഭരണമാണ്. ഇനി തിരിച്ച് കോൺഗ്രസ് വരുമോ എന്ന് പോലും ഡൗട്ടാണ് ഇന്ത്യ ഭരിക്കാൻ. അപ്പോൾ എന്തായാലും തോന്നുന്നില്ല, നന്നായിട്ട് പരിശ്രമിക്കണമെന്ന് തോന്നുന്നത്. കണ്ടറിയാം. ഇവരിങ്ങനെ ഓപ്പണായിട്ട് വർക്ക് ചെയ്ത ഒരാൾ ഓപ്പണായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ സെൻകുമാർ ഓപ്പണായിട്ട് CPMനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയൂ.